സ്ഥിരീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. പരിശുദ്ധനായ സ്വഹാബി വര്യൻ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. ഞങ്ങൾ 3 പേരെയും വിളിച്ചു. അലി തങ്ങൾ പറയാണ്, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റൗളത്തു ഖാഫ് എന്ന് പറയുന്ന ഒരു തോട്ടം, ഒരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോകണം. എന്തേ? അവിടെ ഒരു ജൂത സ്ത്രീയുണ്ട്. ആ ജൂത സ്ത്രീയെ കണ്ടിട്ട് അവരുടെ അടുത്തൊരു എഴുത്തുണ്ട്, ആ എഴുത്ത് വാങ്ങിയിട്ട് വരണം. ഒരു എഴുത്തുണ്ട്, ആ എഴുത്ത് വാങ്ങിയിട്ട് വരണം. അങ്ങനെ ഞങ്ങൾ പോയി. അലി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഈ റൗളത്തു ഖാഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ആ സഹോദരിയെ കണ്ടു. ഞങ്ങൾ കണ്ടപാട് ആ സഹോദരി പറഞ്ഞു, അഖ്രിജിൽ കിതാബ്, കയ്യിലുള്ള എഴുത്തുകൊണ്ടാണ്, എഴുത്തെടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് സഹോദരി പറഞ്ഞു, മാ മഅയ മിൻ കിതാബ്, എൻ്റെ അടുത്ത് എഴുത്തൊന്നുമില്ലല്ലോ, എൻ്റെ അടുത്ത് എഴുത്തില്ല. ഞങ്ങൾ പറഞ്ഞു, മര്യാദക്കെടുക്കലാണ് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് രൂക്ഷമായി സംസാരിച്ച സമയത്ത് ആ സഹോദരി അവരുടെ മാറിൻ്റെ ഭാഗത്ത് നിന്ന് ആ എഴുത്ത് മെല്ലെ എടുത്തു കൊടുത്തു. ആ എഴുത്തും കൊണ്ട് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ വന്നത്. ആ എഴുത്തിലുണ്ട് മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ഫ്രം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ. മൂപ്പരാണ് ഈ എഴുത്ത് എഴുതിയിട്ടുള്ള ആള്. ആർക്കാണ്? മുശ്രിക്കീങ്ങളായ മക്കയിലെ ചില ആളുകൾക്ക് എഴുതുന്ന എഴുത്താണ്. ഇസ്ലാമിക രാജ്യത്തിന്റെ പരിശുദ്ധ റസൂലിന്റെ ചില രഹസ്യങ്ങൾ ഒറ്റുകൊടുക്കുന്ന എഴുത്താണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബിനെ വിളിച്ചു. യാ ഹാത്തിബ്, മാ ഹാദാ, എന്താണ് ഹാത്തിബേ ഇത്, എന്താണ് നിങ്ങൾ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ലാ തഅജൽ അലയ്യ, എൻ്റെ മേൽ ധൃതി കാണിക്കരുത്, എൻ്റെ മേൽ പെട്ടെന്ന് നടപടിയെടുക്കരുത്. കാരണം ഞാൻ ഖുറൈശിയല്ല, ഞാൻ മക്കയിൽ വന്ന് താമസിച്ചയാളാണ്. ഇനി മക്കയിൽ കുടുംബക്കാരോ ബന്ധുക്കളോ ഇല്ല, മക്കയിൽ വന്നയാളാണ് ഞാൻ. എങ്കിൽ മക്കക്കാർ പരസ്പരം ഖുറൈശികളാണ്, ബന്ധുക്കളാണ്, ഒന്നിച്ച് കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്ന സ്ഥലം എനിക്ക് അവിടെയുള്ള ആളുകൾക്കിടയിൽ അല്പം അംഗീകാരം കിട്ടാൻ വേണ്ടി എൻ്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടെ ഞാൻ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ചില നിയമങ്ങൾ പറഞ്ഞു പോയതാണ്. എനിക്ക് മാപ്പ് വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സ്വഹാബി പറയുമ്പോൾ ഇത് കേട്ടു നിൽക്കുകയാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഉമറുൽ ഫാറൂഖ്. റസൂലുള്ളാഹി പറഞ്ഞു ഹാത്തിബിനോട്, ലഖദ് സദഖതും, നിങ്ങൾ പറഞ്ഞു ശരിയല്ലേ, സംഗതി അങ്ങനെ തന്നെയാണ്. ഉമർ തങ്ങളിത് കേട്ടപാട് ദേഷ്യം പിടിച്ചു. യാ റസൂലല്ലാഹ്, അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിന്റെ പെരടിക്ക് ഞാൻ വെട്ടട്ടെ റസൂലേ. വാളെടുത്ത് ചാടുകയാണ്. ഈ മുനാഫിഖിന്റെ പെരടിക്ക് ഞാൻ വെട്ടട്ടെ. ഉമർ തങ്ങൾ ചാടിയപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഉമറേ, നിങ്ങൾ എന്തായി ചെയ്യണത്? ഇന്നഹു ഖദ് ശഹിദ ബദറാ, ബദറിൽ പങ്കെടുത്ത ആളാണ് ഹാത്തിബ്. നിങ്ങൾ ആരെയും മുനാഫിഖ് എന്ന് വിളിക്കുന്നത്? ആരെയാ നിങ്ങൾ വെട്ടാൻ വേണ്ടി ചാടുന്നത്? ആരാ ഹാത്തിബ്? ഇന്നഹു ഖദ് ശഹിദ ബദറൻ, ബദറിൽ പങ്കെടുത്ത ആളാണ്. വേറെ റിവായത്തിലുണ്ട്, ഉമർ തങ്ങൾ തിരിച്ചു പറഞ്ഞു എന്നാ, മെല്ലെ പറഞ്ഞു, ഒരു നെഗറ്റീവ് മൈൻഡിൽ പറഞ്ഞു എന്നാ. ബദറിൽ പങ്കെടുത്തെന്ന് വിചാരിച്ച് എന്തു ആകാന്നാണോ ആ ചോദ്യത്തിനർത്ഥം? അപ്പോഴാ റസൂലുള്ളാഹി പറയുന്നത്, വമാ യുദ്രീക്, നിനക്കെന്തറിയാം ഉമറേ, നിനക്കെന്തറിയാം? ലഅല്ലല്ലാഹ അൻ യകൂന ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദർ ഫഖാൽ ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണിത്, സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു ബദരീങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ട് ആ ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഫഖദ് ഗഫർതു ലക്കും, ഞാൻ മാപ്പ് നൽകിയിട്ടുണ്ട്. ചെയ്യാൻ പോകുന്ന പാപങ്ങൾ വരെ അല്ലാഹു മാപ്പ് കൊടുത്തിരിക്കുന്ന വിഭാഗമാണ് ബദരീങ്ങളെന്ന്. അത്ര പവിത്രതയാണ് ബദരീങ്ങൾക്കെന്ന്, ബദറിന്റെ പ്രാധാന്യം അത്ര വലുതാണ് എന്ന് ഈ സ്വഹീഹായ ഹദീസിൽ മനസ്സിലാക്കാൻ കഴിയും. സയ്യിദുനാ റസൂലുള്ളാഹ്
അല്ലാഹുവേ ഞങ്ങൾക്ക് പൊറുക്കണേ. വലിഇഖ്വാനിനല്ലദീന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇമാം റാഷിദ് തങ്ങളെ പോലെയുള്ള മഹാന്മാര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പൊറുക്കണേ. വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് ആരെല്ലാം പോയോ അവർക്കെല്ലാം പൊറുക്കണേ എന്ന് പറയുമ്പോൾ അതിലെ ഒന്നാം സ്ഥാനക്കാർ ബദരീങ്ങളാണ്. ലോകത്തെ മതവിശ്വാസികളൊക്കെ ദുആ ചെയ്യുന്ന, മുസ്ലിം മതവിശ്വാസികളൊക്കെ ദുആ ചെയ്യുന്ന ഈ ദുആയിൽ ആദ്യമായി അതിൽ പരിഗണിക്കപ്പെടുന്ന ആളുകളാരാ? ബദരീങ്ങളാണ്. അവരാണ് ദീൻ ഇവിടെ നിലനിൽക്കാൻ, ഇന്ന് കാണുന്ന വിധം ഈ ദീൻ ഇവിടെ ബാക്കിയാകാൻ കാരണക്കാരായവർ പരിശുദ്ധ ബദരീങ്ങളാണ്. അതുകൊണ്ട് അവർക്കാണ് നീ പൊറുക്കണേ എന്ന പ്രാർത്ഥനയിൽ ആദ്യം കടന്നു വരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാഷിദ് തങ്ങളെ പോലെയുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹിജ്റ 2-ാം വർഷം ഒരു വെള്ളിയാഴ്ച ദിവസം റമദാൻ 17 അന്ന് പകൽ സമയത്ത് അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് യുദ്ധം ആരംഭിക്കുന്നത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു ദിവസം, അര ദിവസം പൂർണ്ണമായി യുദ്ധമില്ല. പിന്നെ അതിനുള്ള യാത്രയാണ്. സത്യത്തിൽ ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയുമായിരുന്നില്ല. ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 313 അതിനോടനുബന്ധമായ കണക്കുകളാണ് മുസ്ലിമീങ്ങളുടെ എണ്ണമായി മഹാന്മാർ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. അതിൽ നിന്ന് രക്തസാക്ഷികളായത് 14 പേരാണ്. 14 സ്വഹാബികളാണ് രക്തസാക്ഷിയായത്. എന്നാൽ മുശ്രിക്കീകളുടെ എണ്ണം 950-ലേറെയാണ് എന്നാണ്. 3-ലേറെ ഇരട്ടി. അവരിൽ നിന്ന് കൊല്ലപ്പെട്ടതോ 70ഓളം ആളുകൾ. അതും മുശ്രിക്കീങ്ങളിലെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ, പ്രധാനികളായ ആളുകൾ, 70ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും ശ്രദ്ധേയവുമായ ഈ ധർമ്മസമരത്തിൻ്റെ പേരാണ്, പ്രിയമുള്ളവരെ, ബദർ. ബദർ എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലത്ത് നടന്ന യുദ്ധമായതുകൊണ്ടാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആളുകളെ ബദരീങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്ന് കണക്കാക്കുന്ന 2025 ക്രിസ്താബ്ദ വർഷം 624 ജനുവരി മാസത്തിലാണ് ബദർ യുദ്ധം നടന്നത് എന്നൊക്കെ ചരിത്രകാരന്മാർ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ആത്മാഭിമാനമുയർത്തിയ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് ബദർ എന്ന് പറയുന്നത്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധ യുദ്ധം. നിരായുധരും ദുർബലരുമായ ആളുകളും ന്യൂനപക്ഷവും, എന്നാൽ സായുധരും ശക്തരുമായ ഭൂരിപക്ഷവും തമ്മിൽ നടന്ന അതിശക്തമായ പോരാട്ടം. മാത്രമല്ല, ഈമാനിൻ്റെ കരുത്തിൽ, ഈമാനിൻ്റെ ശക്തിയിൽ പൊരുതിയാർജിച്ച അജയ്യമായ വിജയം. ഇതാണ് സത്യത്തിൽ ബദർ എന്ന് പറയുന്നത്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിലുണ്ട്, ഹദീസുകളിലുണ്ട്, യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ മാർഗമേ അല്ല, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മാർഗമേ അല്ല. ലാ തമന്നൗ ലിഖാ അൽ അദുവ്, ശത്രുവിനെ കണ്ടുമുട്ടണം, ശത്രുവിനോട് യുദ്ധം ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഫഇദാ ലഖീതുമൂഹും ഫസ്ബിറു, അഥവാ ശത്രുവിനെ കാണേണ്ടി വന്നാൽ, കണ്ടുമുട്ടിയാൽ തന്നെ ഫസ്ബിറു, നിങ്ങൾ ക്ഷമ പാലിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാരണം കിട്ടുമ്പോഴേക്ക് ആയുധമെടുത്ത് പോരാട്ടപടിയിലേക്ക് ഇറങ്ങണമെന്നല്ല. നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ തന്നെ, തിരിച്ചടിക്കാൻ ഉള്ള ഒരവസരമുണ്ടായാൽ തന്നെയും നിങ്ങൾ പരമാവധി ക്ഷമിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഹാരാത്മകതയെ, നശീകരണ സ്വഭാവത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആത്മരക്ഷാർത്ഥം, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണം, ഈമാൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധം മാത്രമായിട്ടാണ്, അതിനുവേണ്ടിയുള്ള ഒരു പ്രതിരോധം മാത്രമായിട്ടാണ് വിശുദ്ധമായ ഇസ്ലാം യുദ്ധത്തെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ തന്നെയാണ് ബദർ യുദ്ധം നടന്നതും. മുസ്ലിമീങ്ങളെ അവരുടെ ജന്മഗേഹങ്ങളിൽ നിന്ന് പുറത്താക്കി, മാത്രമല്ല അവരുടെ സമ്പത്തുക്കളൊക്കെ, അവരുടെ ഭവനങ്ങളെല്ലാം കൈയടക്കി വെച്ചു. സമ്പാദ്യങ്ങൾ മുഴുവനും അപഹരിച്ച് വ്യവഹാരം നടത്തി, കച്ചവടം നടത്തിയിട്ട് വലിയ ശക്തി സംഭരിച്ചു. വീണ്ടും വീണ്ടും വിശ്വാസികളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതുമാത്രമായിരുന്നു ഖുറൈശികൾ മുസ്ലിമീങ്ങൾക്കെതിരെ മക്കയിൽ നടത്തിയ കാര്യം. മാത്രമല്ല, അവസാനം
മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പോലും മുസ്ലിമീങ്ങൾ ഒരിക്കലും യുദ്ധം ലക്ഷ്യമാക്കി പുറപ്പെട്ടവരല്ല. മദീനയിൽ നിന്ന് നബിയും സ്വഹാബത്തും പുറപ്പെടുമ്പോൾ എന്താ, അവരുടെ കച്ചവട ചരക്കുകൾ, മക്കയിൽ അവർ ഇട്ടേച്ചു പോകുന്ന സമ്പത്തുകളെല്ലാം എടുത്ത് ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് വലിയ ലാഭവുമായി അബൂ സുഫിയാനും കൂട്ടരും വരുന്നുണ്ട്. അത് തങ്ങൾക്കെതിരെ പ്രയോഗിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ആ തങ്ങളുടെ സമ്പത്ത് അത് അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന താല്പര്യത്തോടു കൂടെ മാത്രമാണ് നബിയും സ്വഹാബത്തും മദീനയിൽ നിന്ന് പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ പുറപ്പെടുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ വീണ്ടും വീണ്ടും ആക്രമിച്ചു കൊണ്ടിരുന്നു. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله. ആക്രമിക്കപ്പെട്ട ആളുകൾ, നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട ആളുകൾ, അവർക്ക് സമ്മതം നൽകിയിരിക്കുന്ന യുദ്ധാനുമതി കൊടുത്തുകൊണ്ടുള്ള ഒരായത്താണിത്. ആക്രമിക്കപ്പെട്ടവർക്ക് സമ്മതം നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ തിരിച്ചടിക്കാൻ തന്നെ ഞങ്ങളടുത്ത് ആയുധമില്ലല്ലോ, ശക്തിയില്ലല്ലോ എന്ന ബേജാറാണെങ്കിൽ അല്ലാഹു പറഞ്ഞു ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അല്ലാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. റബ്ബിനെ ഇവരെ സഹായിക്കൽ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. എങ്ങനെയാണ് അവർ ആക്രമിക്കപ്പെട്ടത്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, ഒരു അവകാശവുമില്ലാതെ ഭവനങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. കാരണമൊന്നുമില്ല. എന്റെ അവർ ചെയ്ത തെറ്റ് ഇല്ല. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് പറഞ്ഞു എന്ന തെറ്റല്ലാതെ വേറെ ഒന്നുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധാനുമതി നൽകുകയാണ്. ഇതാണ് യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള പരിശുദ്ധമായ ആയത്ത്. ആക്രമിക്കപ്പെട്ട കാരണത്താൽ തിരിച്ചടിക്കാം. ഇതാണ് ഇസ്ലാമിക